അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ആദരണീയരായ ഉസ്താദുമാരെ, പ്രിയപ്പെട്ട സഹപാഠികളെ, ഈ വേദിയിലെ കലാവിസ്മയങ്ങൾ ആസ്വദിക്കാൻ എത്തിച്ചേർന്ന സ്നേഹം നിറഞ്ഞ രക്ഷിതാക്കളെ, അസ്സലാമു അലൈക്കും. ഇൻഫോറിയത്തിൻ്റെ പ്രൗഢഗംഭീരമായ വേദിയിൽ വായന ശോഷണം സംഭവിക്കുന്ന സംസ്കാരം എന്ന കലാപ്രസക്തമായ വിഷയത്തിലേക്ക് അല്പനേരം നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കാൻ ആഗ്രഹിക്കുന്നു. നാഥൻ തുണക്കട്ടെ, ആമീൻ. നമ്മുടെ കഴിഞ്ഞു പോയ മുൻകാലഘട്ടത്തിൽ വായനയും ഗ്രന്ഥപഠനവും ജീവിതത്തിൻ്റെ ഭാഗമായിരുന്നു. താളിലൊതുങ്ങിയ അക്ഷരങ്ങൾ മനുഷ്യനെ ചിന്തിപ്പിക്കുകയും വികാരങ്ങളെയും മൂല്യങ്ങളെയും രൂപപ്പെടുത്തുകയും ചെയ്തു. എന്നാൽ ഇന്ന് സാങ്കേതിക ലോകത്തിൻ്റെ ആകർഷണങ്ങൾ വായനയുടെ രസം നശിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. ഫോൺ, TV, സോഷ്യൽ മീഡിയ ഇതെല്ലാം നമ്മെ ഉടൻ തന്നെ ആവേശം തരുന്നെങ്കിലും ആഴത്തിലുള്ള ചിന്തയെ ഇല്ലാതാക്കുന്നു. ഇതാണ് വായനയുടെ ശോഷണം, അഥവാ വായനയോടുള്ള താല്പര്യത്തിൻ്റെ ഉണങ്ങലും നാശവും. വായനയുടെ അഭാവം മനുഷ്യനെ ചിന്താശൂന്യനാക്കുന്നു. പുസ്തകങ്ങൾ വായിക്കുന്നത് വെറും വിനോദമല്ല, അത് ആത്മവിദ്യയുടെ വാതായനമാണ്. ഒരു നല്ല പുസ്തകം ഒരാളെ നല്ല മനുഷ്യനാക്കുന്നു. നല്ല വായനക്കാരൻ നല്ല പൗരനായി സമൂഹത്തെ മുന്നോട്ട് നയിക്കുന്നു. അതുകൊണ്ട് നാം എല്ലാവരും വായനയെ വീണ്ടും നമ്മുടെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഓരോ ദിവസവും അല്പനേരമെങ്കിലും ഒരു നല്ല പുസ്തകത്തിനൊപ്പം ചെലവഴിക്കാൻ നാം ശ്രമിക്കണം. സ്കൂളുകളിലും വീടുകളിലും വായന സംസ്കാരം വളർത്തിയെടുക്കണം. വായന നമ്മെ സമ്പുഷ്ടരാക്കുന്നു. അത് നമ്മുടെ ചിന്തകൾക്കും ഭാഷയ്ക്കും ജീവിതത്തിനും ഉണർവ് നൽകുന്നു. അതിനാൽ വായനയെ ശോഷിപ്പിക്കുന്ന സംസ്കാരമല്ല, മറിച്ച് വായനയെ പ്രോത്സാഹിപ്പിക്കുന്ന സംസ്കാരമാണ് നമുക്ക് സൃഷ്ടിച്ചെടുക്കേണ്ടത്. പക്ഷേ ഇന്നത്തെ തലമുറ വേഗതയുടെയും വിനോദത്തിൻ്റെയും ലോകത്തിൽ അകപ്പെട്ടിരിക്കുന്നു. ഒരാൾക്ക് ഒരു ചെറിയ വീഡിയോ കാണാൻ മിനിറ്റുകൾ കിട്ടും, പക്ഷേ ഒരു പേജ് വായിക്കാൻ ക്ഷമയില്ല. പുസ്തകം ഒരു സുഹൃത്താണ്, പക്ഷേ മിണ്ടാതെയും അത്യന്ത പ്രഭാവമുള്ളതുമായൊരു സുഹൃത്ത്. അതിനാൽ ഫോണിനെയും സ്ക്രീനിനെയും ഉപേക്ഷിച്ച് പുസ്തകങ്ങളിലേക്ക് തിരിയാം. വായന നമ്മൾ വളരാനും സമൂഹം വളരാനും നമ്മുടെ ഭാവി പ്രകാശിപ്പിക്കാനും കാരണമാകും. ഈ ഒരാശയത്തെ സമൂഹത്തിൽ മുന്നിൽ സമർപ്പിക്കാനാവാം. കുഞ്ഞുണ്ണി മാഷ് പണ്ട് തൻ്റെ പുസ്തകത്തിൽ ഇങ്ങനെ കുറിച്ചു വെച്ചത്: വായിച്ചാൽ വളരും, വായിച്ചില്ലെങ്കിലും വളരും. വായിച്ചാൽ വിളയും, വായിച്ചില്ലേൽ വളയും. വിരൽ തുമ്പിലെ ചെകുത്താനായ സ്ക്രീനിൻ്റെ മറവിലൂടെ ജീവിതം ഒളിച്ചോടുമ്പോൾ നമ്മുടെ യുവതലമുറ തങ്ങളുടെ ഏറെ വിലമതിക്കുന്ന സമയത്തെ അവർ കൊന്നു തള്ളി. അതിനാൽ അവരുടെ ഭാവി ജീവിതത്തെ നഷ്ടപ്പെടുത്തുകയാണ്. വായിക്കുമ്പോൾ ഒരുപാട് അറിവുകൾ വാർത്തെടുക്കാൻ കഴിയുമെന്ന സത്യം അവർ മനസ്സിലാക്കുന്നില്ല. ഈ രാശയത്തെ ഖുർആൻ സാധൂകരിക്കുന്നത് കാണാം. നിങ്ങളിൽ വിശ്വസിച്ചവരെയും അറിവ് ലഭിച്ചവരെയും അള്ളാഹു നിലകളിൽ ഉയർത്തും. അതെ, അറിവുകൾ നേടി അള്ളാഹുവിൻ്റെ ഉയർത്തലിനെ നേടി സമയങ്ങൾ ചെലവഴിക്കാൻ ശ്രമിക്കുന്ന ഒരു മുതഅല്ലിമിനായി ജീവിക്കാനാണ് നാം ശ്രമിക്കേണ്ടത്. അതിനായി പുസ്തകം നമ്മുടെ ജീവിതത്തിലെ മർമ്മപ്രധാന ഭാഗമായി മാറ്റാൻ ഈ സമൂഹം ശ്രമിക്കണം. നമ്മൾ വായനയെ പുനരുജ്ജീവിപ്പിക്കണം. നമ്മുടെ വായനകൾ എങ്ങനെയിരിക്കണം? പുതിയ ലോകത്ത് ഒരുപാട് വായനകളുണ്ട്. എന്നാൽ നമ്മൾ വായിക്കേണ്ടത് എങ്ങനെ എന്ന ചോദ്യത്തിന് കൃത്യമായ മറുപടിയുണ്ട്. നമ്മുടെ പഠനങ്ങൾക്ക് ഉപകരിക്കുന്ന, നമ്മുടെ ജീവിതത്തിൻ്റെ മുന്നോട്ടുള്ള ഗമനത്തിന് ആവശ്യമായ കാര്യങ്ങളാണ് നാം വായിക്കേണ്ടത്. ഇസ്ലാം കൽപ്പിക്കുന്ന അതിർവരമ്പുകളിൽ നിന്നുകൊണ്ട് വായനയെ പരിപോഷിപ്പിക്കണം. അതെ, പുസ്തകങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഖുർആൻ മുറുകെ പിടിച്ച് ജീവിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.